നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പോടെ ബിജെപി നിർണായക ശക്തിയാകുമെന്ന് ബിജെപി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ. പാനൂരിൽ നടന്ന റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ എൻഡിഎയുടെ ശക്തി പ്രകടനമായി. മൊകേരി കടേപ്രത്ത് രജിലേഷ് ദിവ്യ ദമ്പതികളുടെ മകൾ ധ്രുവിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലി. തെക്കേ ചണ്ടയാട് നീളാമംഗലപുരം ശ്രീകൃഷ്ണ ദേവി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 16 മുതൽ 26 വരെ നടക്കും. നരേന്ദ്രമോദിയോടൊപ്പം ചേർത്തുവെക്കാവുന്ന പദമല്ല അഴിമതിയെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ. മാഹിയിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. എൻഡിഎ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പാനൂരിൽ നടത്തിയ റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ എൻഡിഎയുടെ ശക്തി പ്രകടനമായി മാറി. എലാങ്കോട് വൈദ്യർപീടികയിൽ നിന്നും ആരംഭിച്ച വമ്പിച്ച നമോ ഭാരത് യാത്രയിലും റോഡ് ഷോയിലും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പോടെ ബിജെപി നിർണായക ശക്തിയാകുമെന്ന് പാനൂർ ഗുരുസന്നിധി ഗ്രൗണ്ടിൽ നടന്ന സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് നിതിൻ നബീൻ പറഞ്ഞു. എൻഡിഎ കൂത്തുപറമ്പ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് എൻഡിഎയുടെ നേതൃത്വത്തിൽ പാനൂരിൽ നമോ ഭാരത് യാത്രയും റോഡ് ഷോയും സംഘടിപ്പിച്ചത്. വൈദ്യർപീടികയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പാനൂർ നഗരം ചുറ്റി ഗുരുസന്നിധി ഗ്രൗണ്ടിൽ സമാപിച്ചു. എൻഡിഎ ദേശീയ പ്രസിഡന്റ് നിതിൻ നബീന്റെ നേതൃത്വത്തിലാണ് റോഡ് ഷോ നടന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കാളികളായി. ഗുരുസന്നിധി ഗ്രൗണ്ടിൽ ചേർന്ന സമാപന പൊതുസമ്മേളനം നിതിൻ നബീൻ ഉദ്ഘാടനം ചെയ്തു. मैं आपसे भारतीय जनता पार्टी के अध्यक्ष होने के नाते अपने प्रत्याशी
के समर्थन में यहाँ पे आया हूँ और मैं आप सबसे आग्रह करता हूँ, इतनी प्रचंड जीत दिलाइए कि LDF UDF ने जिस प्रकार से यहाँ पर हमारे कार्यकर्ताओं का शोषण किया, उनकी हत्याएं की, उनको अपमानित किया है। मैं आज उन परिवार के लोगों से मिला था। मैं इस बात का संकल्प लेता हूँ कि उन परिवारों के साथ जो कुर्बानी दी है, उनके साथ जो अन्याय हुआ है, भाजपा की सरकार बनेगी तो निश्चित रूप से उनको न्याय भी दिलाएंगे और उनके कुर्बानी के जो उन्होंने कुर्बानी दी है, इस विचारधारा जो LDF UDF की है, इसको निश्चित रूप से समाप्त करेंगे। गंदी राजनीति को कोई स्थान नहीं देंगे। ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും CBI അന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വൻ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പ്രവർത്തകർ വരവേറ്റത്. കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് രാഹുൽ ഗാന്ധി ശബരിമലയെക്കുറിച്ച് പരാമർശിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിൽ LDF UDF ഒത്തുകളി ജനത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ പ്രവർത്തകർ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. VP സുരേന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. C സദാനന്ദൻ MP, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, നേതാക്കളായ P സത്യപ്രകാശ്, KC വിഷ്ണു, CP സംഗീത, KK ധനഞ്ജയൻ, EP ബിജു, VP ഷാജി മാസ്റ്റർ, സ്ഥാനാർത്ഥി G ഷിജിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. റോഡ് ഷോയ്ക്ക് BJP നേതാക്കളായ സജീവൻ യദുകുലം, CP സംഗീത, K സുഗില, CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, അർജുൻ വാസുദേവ്, EP ബിജു, PP രാമചന്ദ്രൻ, ഷംജിത് പാട്യം തുടങ്ങിയവർ നേതൃത്വം നൽകി. മൊകേരി കടേപ്രത്തെ രജിലേഷ് ദിവ്യ ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള മകൾ ധ്രുവി ഇനി ഒരു നാടിന്റെ ഓർമ്മകളിൽ ജീവിക്കും. ധ്രുവിയെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ജനങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ദുഃഖത്തിൽ മുങ്ങി. കരൾ മാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ധ്രുവിമോളുടെ ജീവൻ മാഞ്ഞത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു ധ്രുവിയുടെ ആകസ്മിക വേർപാട്. അമ്മയുടെ കരൾ നൽകി വലിയ പ്രതീക്ഷയോടെയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 ആഴ്ച പിന്നിട്ടപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ പുരോഗതി പ്രതീക്ഷിച്ച് കാത്തുനിന്നിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകർത്ത് ധ്രുവി വിട പറഞ്ഞു. കുഞ്ഞിനെ അവസാനമായി കാണാൻ മൊകേരി കടേപ്രത്ത് ഒരു നാടൊന്നാകെ എത്തിച്ചേർന്നു. കണ്ണീരോടെയും നിശബ്ദമായ വേദനയോടെയുമായിരുന്നു ഓരോരുത്തരുടെയും യാത്രാമൊഴി. കെ പി മോഹനൻ MLA ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ജീവിതം അറിയും മുമ്പേ വിട പറഞ്ഞെങ്കിലും അനവധി ഹൃദയങ്ങളിൽ സ്പർശിച്ച ധ്രുവി ഇനിയൊരിക്കലും മടങ്ങിവരാത്ത ഓർമ്മയായി തുടരുന്നു. ഒരു കുഞ്ഞിൻ്റെ ചിരി എത്ര വലിയൊരു ലോകം സൃഷ്ടിക്കാമെന്നതിന് ധ്രുവി എന്നും ജീവിക്കുന്ന സാക്ഷ്യം. നരേന്ദ്രമോദിയോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പദമല്ല അഴിമതിയെന്ന് BJP കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്റർ MP. മാഹി മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാഹി നഗരസഭാ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെയാണ് വികസിത ഭാരതമെന്ന കർമ്മ പദ്ധതിയോടൊപ്പം അഴിമതിരഹിത ഭരണമുണ്ടായതെന്നും അതിനു മുൻപ് എല്ലായിടത്തും അഴിമതിയെന്ന മതിൽ തടസ്സമായി നിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ അടുത്ത കാലത്തായി ഭാരതത്തോട്, ലോക സമൂഹത്തോട് പറയുന്നത് വികസിത ഭാരതം എന്നതാണ്. നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ നാട് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർവചനമാണ് വികസിത ഭാരതം എന്നുള്ളത്. മോദിജി തന്നെ പറയാറുണ്ട്, വികസിത ഭാരതം സാധ്യമാകുന്നത് എങ്ങനെയാണ്? വികസിത സംസ്ഥാനങ്ങൾ ഉണ്ടായി വരണം. ഭാരതത്തിലെ 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന 140 കോടി ജനങ്ങളുള്ള ഈ പ്രദേശത്തിലെ സമഗ്രമായ, സമ്പൂർണമായ, ശാശ്വതമായ വികസനത്തെയാണ് വികസിത ഭാരതം എന്ന് നമ്മൾ വിളിക്കുന്നത്. ലോകത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ലോകം കാതോർക്കുന്നത് ഭാരതത്തിന്റെയും നരേന്ദ്രമോദിയുടെയും ശബ്ദമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP മാഹി മേഖലാ പ്രസിഡന്റ്
പ്രബീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി എ ദിനേശൻ, അശോകൻ പള്ളൂർ, മനോജ് പൈലൂർ, മണ്ഡലം പ്രഭാരി ധുരൈ ഗണേശ്, NDA മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് കെ ജ്യോതിരാജ്, ജോയിന്റ് കൺവീനർ OP ശിവദാസ്, ഞള്ളി പ്രദീപൻ, മഗ്നീഷ് മഠത്തിൽ, KM ത്രിജേഷ് എന്നിവർ സംസാരിച്ചു. NDA സഖ്യത്തിന്റെ മുദ്രാവാക്യം ജനസേവനമാണെന്നും മാഹി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റു സ്ഥാനാർത്ഥികൾ വൈരുദ്ധ്യങ്ങളുടെ കൂട്ടുകെട്ടാണെന്നും C സദാനന്ദൻ മാസ്റ്റർ MP. ആരോഗ്യപൂർണമായ മാഹിയുടെ നിർമ്മിതിയാണ് NDA സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യപൂർണമായ മാഹിയുടെ നിർമ്മിതിയാണ് NDA സഖ്യത്തിന്റെ ലക്ഷ്യം. വികസിത ഭാരതത്തിനായി രാജ്യത്തെ നയിക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ കേന്ദ്രത്തിൽ NDA സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവും പുതുച്ചേരിയും NDA ഭരിക്കുമ്പോൾ മാഹിയിൽ NDA സ്ഥാനാർത്ഥി എ ദിനേശൻ പുതുച്ചേരി നിയമസഭയിൽ എത്തിയാൽ അതൊരു ട്രിപ്പിൾ എഞ്ചിൻ ഭരണമായിരിക്കുമെന്നും MP പറഞ്ഞു. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളം ഒഴിച്ചു ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംവിധാനമാണ്, NDA സഖ്യമാണ്. കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും. കേരളത്തിന്റെ തൊട്ടടുത്ത്, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം, അവിടെ ഇവരെല്ലാവരും ചേർന്ന് മത്സരിക്കുകയാണ്. അതിൽ SDPI കൂടി കക്ഷിയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് ഒരു മുന്നണിയായി ദേശീയ പ്രത്യക്ഷപ്പെടുകയും ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇവരെല്ലാം വേറെ വേറെ മത്സരിക്കുന്നു എന്ന അന്തരീക്ഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരുമിച്ച് നിന്ന് ഒരാശയത്തിന് വേണ്ടി മാഹിയിൽ മത്സരിക്കുന്ന മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾ ആത്മവഞ്ചനയാണ് നടത്തുന്നത്. വൈരുദ്ധ്യങ്ങളുടെ കൂട്ടുകെട്ടാണ് CPM. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാഹിയിലും കേരളത്തിലും എതിർത്ത് മത്സരിക്കുന്നു. മുസ്ലിം ലീഗിനും സ്ഥാനാർത്ഥിയുണ്ട്. ഇടതുപക്ഷത്തിൽ പാർട്ടി അംഗം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും സദാനന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ NDA സ്ഥാനാർത്ഥി എ ദിനേശൻ, മാഹി മണ്ഡലം പ്രസിഡന്റ് P പ്രബീഷ് കുമാർ, M മഗനീഷ്, KM ത്രിജേഷ്, അഡ്വക്കേറ്റ് ജ്യോതിരാജ് എന്നിവരും പങ്കെടുത്തു. പാനൂർ PRM HSS KKVM PHSS സ്നേഹാദരം 26 സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന MR ബിന്ദു, M ഇസ്മയിൽ, PK മിനി, O സുരേഷ് ബാബു എന്നിവരെ KP മോഹൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. ഒരുപാട് കവിതകളും സ്നേഹാദരം സംയുക്ത മഹല്ല കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്ക്, ബിന്ദു ടീച്ചറുടെ ശിഷ്യ കൂടിയായ പാനൂർ ഹോസ്പിറ്റലിൽ താൻ പഠിപ്പിച്ച ഒരു കുട്ടി താൻ എടുക്കുക ഒരു അപൂർവ അവസരമാണ്. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ അധ്യാപകരെയൊക്കെ തന്നെ പഴയ അന്നത്തെ ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെ നന്നായിട്ട് അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഏതായാലും ഈ പടിയിറങ്ങുന്ന 4 അധ്യാപകർക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതം സുഖവും സന്തോഷവുമായിരിക്കട്ടെ എന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹൈടെക്കായിട്ട് മാറി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത് ഈ സർക്കാരിന്റെ ഒരു വിഷനായിരുന്നു, കാഴ്ചപ്പാടായിരുന്നു. എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക്കാക്കിയിട്ട് മാറ്റണം. അതിനനുസരിച്ചു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 4 വിദ്യാലയത്തിൽ വാർഷികാഘോഷത്തിന് പോയിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് 3 പോയി. എല്ലാ വിദ്യാലയങ്ങളും നല്ല ചുരുക്കോടുകൂടി ഹൈടെക്കാക്കിയിട്ട് മാറ്റിയിട്ട് നല്ല ഡെസ്കും ബെഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ അത് എല്ലാ വിദ്യാലയങ്ങളും പാലിച്ചുകൊണ്ടുണ്ട്. 2 കാര്യമാണ്. ഒന്ന്, അങ്ങനെ ആക്കിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വെച്ചാക്കില്ല. ഇപ്പോഴെല്ലാവരും ഇത്തരം വിദ്യാലയങ്ങളിൽ, സർക്കാർ വിദ്യാലയത്തിലും അതോടൊപ്പം തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികളെ ചേർക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. PTA പ്രസിഡന്റ് K ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. KKVM PHSS പ്രിൻസിപ്പൽ അൽഫോൺസ, PRM HSS പ്രധാനാധ്യാപിക നളിനി മാവില, KKVM PHSS പ്രധാനാധ്യാപിക KM റീഹ, മാനേജ്മെന്റ് പ്രതിനിധി PP പ്രശാന്ത് കുമാർ, KKVM PHSS PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, PRM HSS മദർ PTA പ്രസിഡന്റ് ഉമ്മുക്കുൽസു, KKVM PHSS മദർ PTA പ്രസിഡന്റ് സമീഹ, സീനിയർ അധ്യാപകൻ അബ്ദുള്ള, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിനീഷ്, E മിനിഷ, KP ശ്രീധരൻ, VP സജീർ, പ്രിയ എന്നിവർ സംസാരിച്ചു. PRM HSS പ്രിൻസിപ്പൽ ഡോക്ടർ CM ബിഷ സ്വാഗതവും നിതിൻ വാടിയിൽ നന്ദിയും പറഞ്ഞു.
പാനൂർ കണ്ണംവള്ളി LP സ്കൂളിൽ വെച്ച് പൊൻകണി വിഷു മ്യൂസിക് ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ചന്ദ്രമോഹൻ പാലത്തായി പ്രകാശന കർമ്മം നടത്തി. ആൽബത്തിന്റെ സംവിധാനവും എഡിറ്റിംഗും അനിൽ പാനൂർ നിർവഹിച്ചു. കണ്ണൻ പൊയിലൂർ രചന നിർവഹിച്ച ആൽബത്തിന് പ്രമോദ് ജെ ഗോവിന്ദ് സംഗീത നിർവഹണം നടത്തി. പ്രമോദ് ജെ ഗോവിന്ദ്, ആർദ്ര വി അനിൽ, രഞ്ജിനി സജീവ് എന്നിവർ ആലപിച്ചു. നീതു ജോയിയാണ് തിരക്കഥ നിർവഹിച്ചത്. ചന്ദ്രമോഹനൻ പാലത്തായി പ്രകാശന കർമ്മം നടത്തി. അദ്ദേഹം നേരത്തെ സാധാരണ നിലയിൽ വളരെയധികം പേര് കേട്ടവർ വെറുതെ എഴുതി കൊടുക്കാറില്ല. നേരത്തെ അദ്ദേഹം പാട്ട് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹം എഴുതി കൊടുത്തത് അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ടാണ്, ആ സിദ്ധി കണ്ടിട്ടാണ്. തീർച്ചയായും താൻ കൊടുക്കുന്നൊരു സാധനം മോശമാകാൻ സാധ്യതയില്ല സംഗീത സംവിധാനത്തിലൂടെ എന്നറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം സ്വമനസ്സോടെ അത് നൽകിയിരിക്കുന്നത്. ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു എന്നർത്ഥം. ഈ ഗോപിയുടെ ആ ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയാണ്. അത് പാടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം SP ബാലസുബ്രഹ്മണ്യാണ്. അപ്പോൾ അങ്ങനെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളുടെ രചനകൾ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ ഏൽപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ്, ആ പ്രതിഭയാണ് വിളിച്ച് ഊതുന്നത്. ഞാനിതൊരു മുഖസ്തുതിയായി പറയുന്നതല്ല, നിങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ്. സ്കൂൾ പ്രധാനാധ്യാപകൻ സജിത്ത്, മറ്റ് അധ്യാപകർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. വിഷുവിന് ആൽബം റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ അനിൽ പാനൂർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707, 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
ഗോൾഡ്, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. വേനൽ മഴ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഖത്തർ റേഡിയോ ഡയറക്ടർ യതീന്ദ്രൻ മാസ്റ്റർ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് നിഘണ്ടു ഉണ്ടാക്കിയത് അത് മലയാളിയല്ലെന്ന് നമുക്കറിയാം, ഗുണ്ടത്ത് സാഹിബാണ്. തലശ്ശേരി സ്റ്റേഡിയത്തിനടുത്ത് ഗുണ്ടത്ത് സാഹിബിന്റെ ഒരു പ്രതിമ പോയവർക്ക് കാണാൻ സാധിക്കും. ആ ഗുണ്ടത്ത് സാഹിബിനെ മലയാളവും സംസ്കൃതവും പഠിപ്പിച്ചത് ഈ ഊരാച്ചേരി ഗുരുനാഥന്മാരുടെ പരമ്പരയിൽപ്പെട്ട സഹോദരങ്ങളാണ്. നമുക്കറിയാം, ഉണരുവിൻ എന്ന് ആഹ്വാനം ചെയ്ത ഒരു മഹാപണ്ഡിതൻ, തർക്കശാസ്ത്ര വിശാരദൻ നമ്മുടെ നാട്ടിലുണ്ടായി. ഉണരുവിൻ, എഴുന്നേൽപ്പിൻ, അഖിലേശനെ സ്മരിപ്പിൻ, അല്ലെ, സ്വയം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഞാൻ തിരിഞ്ഞുപോയി ശ്രമിക്കുക എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവൻ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ പലതും ഊരാച്ചേരി ഗുരുനാഥന്മാരുടെ പരമ്പരയിൽ നിന്ന് ലഭിച്ചതാണ് എന്നുകൂടി നിങ്ങൾ അറിയിക്കാം. ഞാൻ പറഞ്ഞത് പാനൂരിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വിദ്യയുടെ പൊൻവെളിച്ചം പകർന്നു നൽകിയിട്ടുണ്ടായിരുന്ന ഗുരുനാഥന്മാരുടെ ആ പരമ്പരയിൽ നിന്ന്. പാനൂർ ബൈജു കേളോത്ത് ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് A. ഷിനോദ് അധ്യക്ഷത വഹിച്ചു. ചതയ കമ്മിറ്റി പ്രസിഡന്റ് M. രാഘവൻ മാസ്റ്റർ, മാനേജർ KPV ബാബു മാസ്റ്റർ, 3ാം വാർഡ് അംഗം ഗിരീഷ് പോതിയാൽ, മദർ PTA പ്രസിഡന്റ് TP ലതിക, മുൻ പ്രധാനാധ്യാപകൻ KP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. KM മനോജ് കുമാർ മറുപടി പ്രസംഗം നടത്തി. പ്രധാനാധ്യാപകൻ KP രാമചന്ദ്രൻ സ്വാഗതവും SRG കൺവീനർ P. സൗദത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗൻവാടി പ്രീ പ്രൈമറി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. LSS USS അൽമാഹിർ ഇക്ബാൽ ടാലന്റ് സംസ്കൃത സ്കോളർഷിപ്പ് വിജയികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. തൃപ്രങ്ങോട്ടൂർ LP സ്കൂൾ 119ാം വാർഷികം ഫിയസ്റ്റ 2K26 ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ നിന്ന്
വിദ്യാ വെളിച്ചം സ്വീകരിച്ച് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഒരുപാട് അധ്യാപകർ നമ്മളെ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച ഒരുപാട് അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത സ്കൂൾ വാർഷികത്തിൽ പറഞ്ഞു, ഞാൻ പഠിച്ച സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വാർഷിക പരിപാടിക്കിടെ എന്നെ ഹിന്ദി പഠിപ്പിച്ച ശാന്ത ടീച്ചറെ കാണാനില്ല. ശാന്ത ടീച്ചറോട് ഞാൻ പറഞ്ഞത്, ഞാൻ 7ാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്ന സമയത്ത് ഹിന്ദി പഠനത്തിലേറെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ടീച്ചർ തലക്ക് 2 മുട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഗഫൂറെ, ഇതൊക്കെ പിന്നീട് ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും, അതുകൊണ്ട് നല്ലോണം പഠിച്ചോ എന്ന് പറഞ്ഞ ഒരു അധ്യാപിക. ആ അധ്യാപികയുടെ ദീർഘവീക്ഷണം ഞാൻ ഇന്ന് വളരെ വലുതായി കാണുകയാണ്. വാർഡ് അംഗം KP അർഷിഫ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ 2025-26 വർഷത്തെ രാഘവൻ മാസ്റ്റർ സ്മാരക എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് LSS വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സ്കൂൾ മാനേജർ അനന്തകൃഷ്ണൻ വിതരണം ചെയ്തു. മുൻ റിട്ടയർഡ് അധ്യാപിക KP സുധ LSS വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. സ്കൂൾ അധ്യാപിക AP അഭിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ഗോപി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ കേരള ടാലന്റ് സെർച്ച് പരീക്ഷ വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റും കുട്ടികൾക്ക് നൽകി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ചന്ദ്രമോഹനൻ, സ്കൂൾ മദർ PTA പ്രസിഡന്റ് VM ഷജില, വൈസ് പ്രസിഡന്റ് K ലിജ, സ്റ്റാഫ് സെക്രട്ടറി അരുൺ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ VP സുനീഷ് സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് പ്രതിനിധി MP അഭിഷേക് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. വടക്കുംപാട് നോർത്ത് ജൂനിയർ ബേസിക് UP സ്കൂളിൽ JRC ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ധർമ്മടം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് N അശ്വിനി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക M സിൽന സ്വാഗതം പറഞ്ഞു. സ്കൂൾ വികസന സമിതി ചെയർമാൻ KN ജഗദീഷ് ബാബു, മദർ PTA പ്രസിഡന്റ് MK മുഫ്സിറ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ JRC കോർഡിനേറ്റർ വിവേക് ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രഥമ ചികിത്സാ ക്ലാസ്സിൽ റിട്ടയർഡ് ഹെഡ് നഴ്സ് ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. KP പ്രമോദ് യുദ്ധവിരുദ്ധ പോസ്റ്റർ രചന ക്ലാസ് എടുത്തു. തുടർന്ന് യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും ഉമ്മൻചിറ പുഴയിൽ കുട്ടികൾ ദീപം തെളിയിച്ചു. ക്യാമ്പ് ഫയറോടുകൂടി പരിപാടി സമാപിച്ചു. ന്യൂമാഹി MM നഴ്സറി ആൻഡ് UP സ്കൂൾ കരാട്ടെ ബെൽറ്റ് പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണവും ബെൽറ്റ് ദാന ചടങ്ങും കരാത്തെ കേരള പുതുച്ചേരി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40 വർഷമായി, അതായത് 1986 ഞാൻ സ്വന്തമായിട്ട് ക്ലാസ് തുടങ്ങിയതാണ്. 40 വർഷമായി ഇതിലേക്ക് കടക്കാം. ഈ ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് മുന്നേ പാറാൽ നിന്ന് പറഞ്ഞ ഒരു കൊച്ചു പ്രദേശത്ത് നിന്ന് തുടങ്ങിയ
സ്പോർട്സ് കരാത്തെ ഡോ അക്കാഡമി ഓഫ് ഇന്ത്യ എന്ന ആയോധന കലാകേന്ദ്രം ഇന്ന് ദൈവത്തിൻ്റെ സഹായത്താൽ കണ്ണൂർ ജില്ലയിലോ മാഹിയിലോ ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൻ്റെ ഏകദേശം 14 ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളായ ഖത്തർ, അതുപോലെ തന്നെ UAE, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ന് നമ്മുടെ ക്ലബ്ബ് വളരെ എൻ്റെ അണ്ടറിൽ ഡയറക്റ്റായിട്ട് ക്ലാസ്സുകൾ നടന്നു വരികയാണ്. ആ ഒരു സന്തോഷകരമായ വസ്തുത നിങ്ങളെ അറിയിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് തുടർ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാ സ്കൂളുകളിലും ഇന്ന് കരാട്ടെ ഉണ്ട്. ഏത് സ്കൂൾ പോയാലും ഏത് കോളേജ് പോയാലും മാർഷൽ ആർട്സിലായിട്ടുള്ള കരാത്തെ ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് തുടർ പഠനത്തിന് എന്തായാലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഗുണപ്രദമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനാധ്യാപിക ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3 മുതൽ കതിരൂർ 3-ാം മൈലിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഡോക്ടർ ഇന്ദുലേഖ ആയുർവേദിക് വെൽനസ് ആൻഡ് റെജുവനേഷൻ സെന്റർ ചികിത്സ മികവിലൂടെ 2-ാം വർഷത്തിലേക്ക്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലുമടക്കം വിദേശത്തുമുള്ള ഏതാണ്ട് 2000-ത്തിലധികം പേർക്ക് ഉഴിച്ചൽ, പിഴിച്ചൽ, കിഴി, ശിരോധാര, ആയുർവേദ, കോസ്മെറ്റോളജി തുടങ്ങിയ സമഗ്ര ചികിത്സാ രീതികൾ ഇവിടെ നൽകിയതായി സെന്റർ ഡയറക്ടർ കെ രാജൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലുമടക്കം വിദേശത്തുള്ള ഏതാണ്ട് 2000-ത്തിലധികം പേർക്ക് ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി, ശിരോധാര, ആയുർവേദ, കോസ്മെറ്റോളജി തുടങ്ങിയ സമഗ്ര ചികിത്സാ രീതികൾ നൽകിയതായി സെന്റർ ഡയറക്ടർ കെ രാജൻ വിശദീകരിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾ ചികിത്സക്കായി ഇവിടെ എത്തിയത് സ്ഥാപനത്തിന്റെ സേവന മികവിനും വിശ്വാസ്യതയ്ക്കും തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന് മാത്രമല്ല, കണ്ണൂർ, തളിപ്പറമ്പ്, കോഴിക്കോട്, വിദൂര പ്രദേശങ്ങളിൽ നിന്നും, തമിഴ്നാട്, കർണാടക,
ഇന്ത്യക്ക് പുറത്ത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും US, UK, കാനഡ, ഓസ്ട്രേലിയ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ പരം രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉപഭോക്താക്കൾ ഞങ്ങളെ തേടി വരികയുണ്ടായി എന്നുള്ള കാര്യം അറിയിക്കാൻ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞങ്ങൾ 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാം വാർഷികത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റിലും, അതായത് പഞ്ചകർമ്മ ചികിത്സാ രീതികളായ ഉഴിച്ചൽ, കിഴി, ശിരോധാര, കോസ്മെറ്റോളജി, ആയുർവേദ കോസ്മെറ്റോളജി ഉണ്ട്, അതിനെപ്പറ്റി ഡോക്ടർ ഇവിടെ വിശദീകരിക്കും. എല്ലാ ചികിത്സാ രീതികൾക്കും 30% കിഴിവ് നൽകുന്നുണ്ട്. മാർച്ച് 25 മുതൽ ഏപ്രിൽ 30 വരെ ഉള്ള കാലയളവ്. താമസിച്ച് ചികിത്സ നേടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. സെൻറ്ററിൻ്റെ 1ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ മാസം 30 വരെ എല്ലാ ചികിത്സകൾക്കും 30% പ്രത്യേക ഇളവ് നൽകും. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച ധർമ്മടം മീത്തല പീടികയിലെ സ്നേഹക്കൂട് വയോജന സംരക്ഷണ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് സൗജന്യമായി ആയുർവേദ പരിശോധന നടത്തി ആവശ്യമായ മരുന്നുകൾ നൽകും. കൂടാതെ അന്തേവാസികൾക്ക് ആവശ്യമായ പല വ്യഞ്ജനങ്ങളും നൽകും. ഡോക്ടർ ഇന്ദുലേഖ ആയുർവേദ സ്ഥാപനത്തിന് ഉടൻ 2ാമത് ബ്രാഞ്ചും യാഥാർത്ഥ്യമാകും. നമ്മളൊരു ആനിവേഴ്സറി മാത്രമായിട്ട് പറയാനല്ല, നമ്മുടെ ഒരു സക്സസ് കൂടി. ഈ ഒരു വർഷം നമ്മളൊരു സക്സസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കൂടി മാത്രമായിട്ടാണ്. ഇപ്പം രാജൻ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം 2000-ഓളം ആളുകൾ നമ്മുടെ അവിടെ വന്ന് സർവീസുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്, ഔട്ട്സൈഡ് കേരളാസ് ഉണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യ, മെയിനായിട്ട് ഫോറിൻ കൺട്രീസ് നിന്നും ഒരു 50ഓളം ആളുകൾ, 50-50+ ഫോറിനേഴ്സ് നമ്മുടെ അവിടെ വന്നു സർവീസുകൾ എടുത്തിട്ടുണ്ട്. മെയിൻ രാജ്യങ്ങളായ UK, US, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ശ്രീലങ്ക, പിന്നെ ഒമാനിൽ നിന്ന് ഒരാഴ്ചയോളം വന്ന അറബ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലശ്ശേരിക്ക് കൂടി ഒരു വലിയൊരു പ്രചോദനമാണ്. ഇപ്പം തലശ്ശേരി ടൂറിസത്തിനും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ടൂറിസം രീതിയിലും പിന്നെ ആയുർവേദത്തെ നമുക്ക് വളർത്തി കൊണ്ടുപോകാനും എല്ലാം അതിന് വലിയൊരു ഭാഗം നമുക്ക് നടക്കാൻ പറ്റിയതിന് വലിയൊരു സന്തോഷം തന്നെയാണ്. വെൽനസ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ കൂടെ തന്നെ കോസ്മെറ്റോളജി തുടങ്ങി ഒരുപാട് പേഷ്യൻസ്, നമുക്ക് 1000-ൽ പരം പേഷ്യൻസ് ഇപ്പോൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഹാപ്പിയാണ്. കൂടാതെ നമുക്ക് പ്രൊസീജിയേഴ്സ് ഡോക്ടർ കൺസൾട്ടേഷൻസോട് കൂടിയാണ് നമുക്ക് പ്രൊസീജിയേഴ്സ് എന്താണ്, അവരുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ സ്കിന്നിനനുസരിച്ചിട്ട് എന്താണ് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും വേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പോകുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് വരുന്നത് സ്കിൻ കെയർ വരും, അതേപോലെ ഹെയർ കെയർസ് വരുന്നുണ്ട്, ഫുഡ് കെയർ വരും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പേഷ്യൻസിൻ്റെ സ്കിന്നിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൽ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്, ഇന്റേണൽ മെഡിക്കേഷൻസും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് പേഷ്യൻസ് നമുക്ക് ഇതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അവരും ഭയങ്കര ഹാപ്പിയാണ്. അതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതായത് പലരും അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടും അവിടെ വന്നിട്ടാണ് പലരും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആയുർവേദ കോസ്മെറ്റോളജി ഉണ്ടോ, അല്ലെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ആയുർവേദ സ്പാ കേന്ദ്രങ്ങൾക്കെതിരെ യോജിച്ച പ്രതിഷേധം ഉയരണമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK അമലും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK യദുപ്രിയയും പറഞ്ഞു. വടക്കേ പൊയിലൂരിലെ പ്രസിദ്ധമായ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം വിവിധ ആചാരങ്ങളോടും ഭക്തിപൂർവമായ ചടങ്ങുകളോടും കൂടി നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രത്യേക പൂജകൾ, ഗോപൂജ, ഗോദാനം, മാതൃപൂജ എന്നിവ നടന്നു. ദേവിയുടെ അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി സർവശ്രീ ശ്രീധരൻ ഇളമനിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിച്ചു. ധർമ്മത്തിൻ്റെ പ്രതീകമായി ഗോപൂജയും സമൃദ്ധിയുടെ പ്രതീകമായി ദാനങ്ങളിൽ ഏറ്റവും മഹത്തായ ദാനമായ ഗോദാനവും മഹോത്സവത്തിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ഗോമാതാവിനെ ആദരിച്ച് നടത്തിയ ഗോപൂജയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു. ഗോദാനം വഴി ദാനധർമ്മത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ചടങ്ങുകളും നടന്നു. അമ്മയെ ആദരിക്കുന്ന ഭാരതീയ മൂല്യങ്ങൾക്ക് അടിത്തറ പകരുന്ന മാതൃപൂജയും മഹോത്സവത്തിന് പ്രത്യേക ഭാവം നൽകി. മാതാവിൻ്റെ പാദം പൂജിച്ച് മാതൃസ്നേഹത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഈ ചടങ്ങിൽ
കുട്ടികളും കുടുംബങ്ങളും വലിയ തോതിൽ പങ്കെടുത്തു. ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് എം സന്തോഷ്, സെക്രട്ടറി കെ പി വിനീഷ്, ഒന്തത്ത് കുഞ്ഞിക്കണ്ണൻ, ടി പി ബാബു, പി രാജൻ, പി ശ്രീനിവാസൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. തെക്കേ ചണ്ടയാട് നിളാമംഗളപുരം ശ്രീകൃഷ്ണ ദേവി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഈ മാസം 16 മുതൽ 26 വരെയുള്ള 11 ദിവസങ്ങളിലായി നടക്കും. കാലത്തിന്റെ കുത്തൊഴുക്കിൽ 4 നൂറ്റാണ്ടു മുൻപ് നേരിടേണ്ടി വന്ന അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം നാട്ടുകാരുടെയും വിശ്വാസികളുടെയും അക്ഷീണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനർനിർമ്മിച്ച് പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ക്ഷേത്ര ഊരാളൻ ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയും രക്ഷാധികാരി കെ ഭാസ്കരൻ മാസ്റ്ററും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്തുള്ള തെക്കേ ചെണ്ടയാട് എന്ന പ്രദേശത്തുള്ള നിളാമംഗളപുരം ശ്രീകൃഷ്ണ ദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 16 മുതൽ ഏപ്രിൽ 26 വരെയുള്ള ദിവസങ്ങളിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ വിരാജിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു നിളാമംഗളപുരത്തുണ്ടായിരുന്നത്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടു ക്ഷേത്രം നശിച്ചു പോവുകയും പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തീരെ നിന്നുപോവുകയും ചെയ്തു. ഭാഗ്യവശാൽ ആ ക്ഷേത്ര നിർമ്മിതിക്ക് കാരണക്കാരായിരുന്ന തിരുമേനിമാർ അതിൻ്റെ തലമുറകൾക്ക് ശേഷം ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ ചേരുകയും 2022 നവംബർ മാസം മുതൽ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി കമ്മിറ്റി മുന്നോട്ട് പോവുകയും ചെയ്തു. 2022 നവംബറിൽ ആരംഭിച്ച പുനരുദ്ധാരണ പ്രവൃത്തികൾ 3 വർഷവും 3 മാസവും കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്ന് ഇരുവരും പറഞ്ഞു. ഒരു ക്ഷേത്രമുറ്റത്ത് 2 ശ്രീകോവിലുകളിലായി ഭഗവാൻ ശ്രീകൃഷ്ണനും ദേവി ഭദ്രകാളിയുമാണ് പ്രതിഷ്ഠ. ബാലാലയത്തിൽ കുടികൊള്ളുന്ന ദേവചൈതന്യത്തെ പുതിയ ശ്രീകോവിലിലേക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 11 ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും ആധ്യാത്മിക സദസ്സ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തില് നിളാമംഗലപുരം ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തോ ചില ക്ഷുദ്രശക്തികളുടെയും മറ്റും കുത്തൊഴുക്കിൽപ്പെട്ട് നശിച്ചു പോയതാണെന്ന് നേരത്തെ മാഷ് പറയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഭാഗ്യമുള്ള ആളുകൾ ജനിച്ചതുകൊണ്ടും ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധരിക്കാൻ സാധിച്ചത്. നമ്മളെ മാത്രം കഴിവല്ല, പൂർവികന്മാരുടെ അനുഗ്രഹവും ഇതിന് പ്രധാനമായിട്ടുണ്ട്. ഏതോ കാലഘട്ടത്തിൽ നശിച്ചു പോയതാണ്. പിന്നീട് അത് വീണ്ടും ആ ചൈതന്യം അവിടെ തന്നെ ഉണ്ടെങ്കിൽ പോലും അതിനെ ഉദ്ധരിച്ച് നമുക്ക് നല്ല നിലയ്ക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണമാക്കിക്കൊണ്ട് നമുക്കവിടെ പുനരുദ്ധരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും നടത്തും. പ്രസിഡന്റ് CK സജീവൻ, സെക്രട്ടറി CP മനോജൻ, ഷൈജു ഇത്തിക്ക, സുനിൽ ചന്ദ്, മാതൃ സമിതി പ്രസിഡന്റ് PP പത്മജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആദംസ് മിക്സ്ഡ് മാർഷൽ ആർട്സ് അക്കാദമി പുത്തൂർ മടപ്പുരയ്ക്ക് സമീപം BSM ഓഡിറ്റോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ബാലിയിൽ ഷെയ്ഖ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കരാത്തെ കായിക രംഗത്ത് 40 വർഷത്തെ പരിചയ സമ്പത്തുള്ള ഷിഹാൻ ആദംസി യൂസഫ് മുഖ്യ പരിശീലകനായാണ് പുത്തൂർ മടപ്പുരയ്ക്ക് സമീപം CK ഫർണിച്ചർ ബിൽഡിംഗിൽ ആദംസ് മിക്സഡ് മാർഷൽ ആർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ബാലിയിൽ ഷെയ്ഖ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള പൗരന്മാരാണ്. അത് നേടിയെടുക്കുക എന്നതാണ്
ഇത്തരം പരിപാടികളോട് കരാട്ടെയായാലും മറ്റ് ആയോധന കലകളായാലും ഏതായാലും ആരോഗ്യം ഉണ്ടാകുന്ന ഒരു പൗരന്മാരാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തി എന്ന് പറയുന്നത്. സമ്പത്തുണ്ട്, എല്ലാവരും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യോഷി പി ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മാർഷൽ ആർട്സ്, MMA, അതേപോലെ തന്നെ ബോക്സിംഗ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന മാർഷൽ ആർട്സിനെ ഏകോപിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു കരാട്ടെ ക്ലബ് ഇതൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ സീനിയറായിട്ടുള്ള കുട്ടികൾ, സീനിയറായിട്ടുള്ള ഇവിടെയുള്ള എല്ലാവരും, അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും സെൻസായി യാദവിന് കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹം 45 വർഷങ്ങളോളായി ഈ കരാട്ടെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അതിന് വേണ്ടത്ര ഒരു പ്രോത്സാഹനം എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ്. റൺഷി പ്രവീൺ, സഫറുദ്ദീൻ സംബായ് എന്നിവർ സംസാരിച്ചു. ഷിഹാൻ ആദം സി യൂസഫ് സ്വാഗതം പറഞ്ഞു. കരാത്തെ, ഫുൾ കോണ്ടാക്റ്റ് കരാത്തെ, കിക്ക് ബോക്സിംഗ്, മുയ്തായ്, MMA, പ്രോ ബോക്സിംഗ്, ലേൺ സെൽഫ് ഡിഫൻസ് എന്നിവയിൽ പരിശീലനം നൽകും. കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകളും അവധിക്കാല പരിശീലനവും ആരംഭിച്ചു. മത്സരങ്ങൾക്കായി വ്യക്തിഗത പരിശീലനവും നൽകും. കരാത്തയിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ പ്രദർശനവും നടന്നു. നമ്പർ മാത്രമേ പറയൂ, കറക്റ്റ് ചെയ്ത് പഠിക്കും കേട്ടോ. 7, 7, 8, 9. നല്ല സ്പീഡ് അതേമാതിരി ചെയ്യുക. സ്പീഡ് 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 പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പോടെ BJP നിർണായക ശക്തിയാകുമെന്ന് BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ. പാനൂരിൽ നടന്ന റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ NDAയുടെ ശക്തി പ്രകടനമായി. മൊകേരി കടേപ്രത്ത് രജിലേഷ് ദിവ്യ ദമ്പതികളുടെ മകൾ ധ്രുവിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അന്തിമോപചാരമർപ്പിക്കാൻ വൻ ജനാവലി. തെക്കേ ചണ്ടയാട് നീളാമംഗലപുരം ശ്രീകൃഷ്ണ ദേവി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 16 മുതൽ 26 വരെ നടക്കും. നരേന്ദ്രമോദിയോടൊപ്പം ചേർത്തുവെക്കാവുന്ന പദമല്ല അഴിമതിയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്റർ. മാഹിയിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.